ഹലോ വെൽക്കം ബാക്ക് ടു ആഷ് ആൻഡ് മീ. അപ്പോൾ ഇന്ന് ഒരു ആലു പൊറോട്ടൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിന് ഒരു ഉള്ളി ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങിന് കണക്കായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. അത് നന്നായിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതങ്ങോട്ടേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് ചപ്പാത്തിൻ്റെ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിൽ കുറച്ച് ഉപ്പും വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അതങ്ങ് കുഴച്ചെടുക്കാം. നന്നായിട്ട് നമുക്ക് കുഴച്ചിട്ട് അതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി നേരത്തെ ഞാൻ വേവിച്ച് വെച്ച 2 ഉരുളക്കിഴങ്ങ്, ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില. ഇനി ഒരു പാൻ എടുക്കാം. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി അതിലേക്ക് ഇടാം. ഉള്ളി നന്നായിട്ട് ബ്രൗൺ ആവേണ്ട. ഇനി നമുക്കതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കാശ്മീരി മുളക് പൊടി, സാദാ മുളക് പൊടി, ഇതൊക്കെ നന്നായിട്ട് നമുക്ക് ചേർത്തിട്ട് മിക്സാക്കി എടുക്കാം. എരിവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ അതിലേക്ക് നമുക്ക് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. അതും നന്നായിട്ട് മിക്സാക്കി എടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്യണം. പാകത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് വേണം ഉരുളക്കിഴങ്ങ് ഇടാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നിങ്ങളെ കയ്യിൽ ഇതില്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്പൂൺ ഉപയോഗിച്ചോ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. പച്ചമുളക് ഞാനിതിൽ ചേർത്തിട്ടില്ല. കുട്ടികൾക്ക് എരിവ് കാരണമാണ്, കടിച്ചു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പച്ചമുളക് ഇതിൽ ചേർക്കാം. ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയില നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇത് തണിയാനായിട്ട് മാറ്റി വെക്കാം. ആ സമയത്ത് നമുക്ക് നേരത്തെ നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചില്ലേ, അതിൻ്റെ അകത്തുനിന്ന് ഒരു ഉരുള എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് പരത്താം. അധികം പരത്തണ്ട. എന്നിട്ടൊരു കയ്യിലിങ്ങനെ കുഴി പോലെ ആക്കിയെടുക്കാം. ഇനി നേരത്തെ നമ്മൾ മാറ്റി വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ ഇത് കൂട്ടുണ്ടല്ലോ, അത് നമുക്ക് 2 സ്പൂൺ ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഫില്ലിങ് നമുക്ക് ചപ്പാത്തി മാവ് കൊണ്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് അങ്ങ് കവർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പരത്തുമ്പോൾ അത് ഉള്ളിലേക്ക് പുറത്തേക്ക് വരും. അപ്പോൾ നന്നായിട്ട് ഞാനിങ്ങനെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നമുക്ക് മൈദയോ ചപ്പാത്തിൻ്റെ ഗോതമ്പ് പൊടിയോ നമുക്ക് തറയിൽ തൂക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അധികം ഇങ്ങനെ കട്ടിയിലാണ് ഉണ്ടാവുക. എന്നിട്ട് നമുക്കത് കൈകൊണ്ട് തന്നെ ആദ്യം പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് ചപ്പാത്തി വടി കൊണ്ട് ഒന്ന് പരത്തിയെടുക്കാം. അധികം നമ്മൾ ശക്തി പ്രയോഗിച്ചിട്ട് പരത്താൻ പാടില്ല. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ല് ചെയ്ത് അത് പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പരത്തിയെടുക്കുക. ചപ്പാത്തിക്ക് പരത്തും പോലെ നമുക്കിതിങ്ങനെ പരത്തിയെടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റാം. ഇനി നമ്മളൊരു പാൻ എടുക്കുക. ആ പാനിലേക്ക് നമുക്ക് ഈ ആലു പൊറോട്ടൻ്റെ ഇത് വെച്ച് കൊടുക്കാം. ആദ്യം നമ്മൾ ഓയിലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. നമ്മളിത് നേരെ തിരിച്ചിട്ടു. എന്നിട്ട് നമുക്ക് നെയ്യോ ബട്ടറോ യൂസ് ചെയ്യാം. ഞാനിവിടെ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് എല്ലാവിടെയും അങ്ങ് നെയ്യ് പുരട്ടി കൊടുക്കാം. നെയ്യും ബട്ടറും ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് നിങ്ങൾ ഉപയോഗിച്ചോളൂ. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പിന്നെയും തിരിച്ചിടാം. എന്നിട്ട് നമുക്ക് നെയ്യ് ഈ സൈഡിലും പുരട്ടി കൊടുക്കാം. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ലഞ്ച് ബോക്സോ ആയിട്ടും കുട്ടികൾക്ക് കൊടുക്കാം, സ്നാക്കായിട്ടും കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ പൊന്തി വരുന്നത് എത്രത്തോളം വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയില്ല. നന്നായിട്ട് അതിങ്ങനെ പൊന്തി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ആലു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.